വയനാടേക്ക് പോയാൽ കാളിദാസൻ ദേവദത്തം ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി. കാളിദാസൻ നേരത്തെ ആലിപ്പഴ വർഷമൊക്കെ അവിടെ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതേസമയം തന്നെ പലയിടത്തും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്ക് മിന്നലേറ്റു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അമൃത, വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയിൽ 3 മണിയോടെയാണ് പല ഭാഗങ്ങളിലായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മഴ പെയ്തത്. എന്നാൽ ബത്തേരി ഭാഗത്ത് കനത്ത മഴയായിരുന്നു. വലിയ രീതിയിലുള്ള വ്യാപക നാശനഷ്ടങ്ങൾ ഈ മഴ മൂലം ശക്തമായ കാറ്റിലും മഴയിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വയനാടിൻ്റെ പ്രധാന കേന്ദ്രമായ കൽപ്പറ്റയിൽ ഇടവിട്ടുള്ള ചാറ്റൽ മഴയായിരുന്നു. മറ്റൊരു മേഖലയിലേക്ക് നോക്കിയാൽ അരപ്പറ്റ ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ മഴയുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവിധ ഭാഗങ്ങളിലായി വിവിധ രീതിയിലാണ് മഴ പെയ്തത്. പക്ഷേ ബത്തേരിയിൽ അത് കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് പല ഭാഗങ്ങളിൽ, അതായത് ബത്തേരി ഭാഗത്തെ, മീനങ്ങാടി ഭാഗത്തെ, പാപ്പളശ്ശേരി, അതോടൊപ്പം അഴീക്കോട് നഗർ, കവളമറ്റം ഭാഗങ്ങളിലാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായത്. അതോടൊപ്പം തന്നെ പാപ്പളശ്ശേരി മൂന്നാനംകുഴി റോഡിന് കുറുകെ മരം വീണ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് പെട്ടെന്ന് തന്നെ തടസ്സങ്ങളൊക്കെ തന്നെ നീക്കി എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അവിടുത്തെ മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യാപകമായൊരു നാശനഷ്ടം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ അമൃത സൂചിപ്പിച്ച പോലെ ഈ ഇടിമിന്നലേറ്റ സംഭവം, അത് തെങ്ങിനാണ് ഇത്തരത്തിൽ തീ പിടിച്ചത്. ഇടിമിന്നലേറ്റ് തെങ്ങിന് തീ പിടിച്ചതാണ്. ബത്തേരി കല്ലുവയൽ സ്വദേശി മുസ്തഫയുടെ പറമ്പിലെ തെങ്ങിനാണ് ഇത്തരത്തിൽ തീ പിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തന്നെ ആ തീയൊക്കെ പെട്ടെന്ന് തന്നെ അണക്കുകയൊക്കെ ചെയ്തു. 3:15 ഇത്തരത്തിൽ ഇടിമിന്നലിൽ ഈ തെങ്ങിന് തീ പിടിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 3 മണിക്കാണ് മഴ തുടങ്ങിയത്. ബത്തേരിയിലൊക്കെ 3 മണിയോട് കൂടി തന്നെ ശക്തമായ തന്നെ മഴയായിരുന്നു. വയനാട് ഏകദേശം 3 മണിയോട് കൂടി തന്നെ മഴ തുടങ്ങിയിരുന്നു. ആലിപ്പഴ വർഷം ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.